എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ലൈഫ് പോലെ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് വീക്ക് ഡേ ആണ്. ഇന്നിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശ്രീ രാവിലെ ഓഫീസിൽ പോയി ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു. കുറച്ച് നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉണ്ണാറാകുമ്പം ഒരു 1:30 ആകുമ്പോഴത്തേനും ഇങ്ങ് വരും. അപ്പം കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചെറിയൊരു ലഞ്ച് വ്ലോഗും പിന്നെ ബാക്കി ഞാൻ കാണിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൈൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇതൊരു ലഞ്ച് വ്ലോഗായിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കും. അപ്പം രാവിലെ ദോശയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ശ്രീക്ക് റാഗി ദോശ ഉണ്ടായിരുന്നു. ഞാൻ പുട്ടും പഴമൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ മെയിൻ ഉച്ചക്കത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. ഞാൻ കോവയ്ക്ക കൊണ്ട് ഒന്ന് അവിയൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമുണ്ട്. ഞാനിങ്ങനെ ഞാൻ പാവയ്ക്ക അവിയൽ, സാധാരണ അവിയൽ, വെണ്ടയ്ക്ക കൊണ്ട് ഞാൻ അവിയൽ വെക്കും. അപ്പം ഇത്തവണ കോവയ്ക്ക ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു ഇത് തന്നെയാണ്. അല്ല ഞാൻ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. കോവയ്ക്കയും കൂടി ഇടും അവിയലിനകത്ത്. നമ്മുടെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ കോവയ്ക്കൊക്കെ ഇടും. പക്ഷെ കോവയ്ക്ക മാത്രം ഒന്നും വെച്ചിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ കോവയ്ക്ക കൊണ്ട് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. അത് വറക്കുകയാണ്. തിരുതാന്ന് പറഞ്ഞ മീനാണ്. അത് ഞാൻ വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോര് കാച്ചതും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഒരു ഊണാണ്. അല്ലാതെ വേറെ ഒന്നും ഞാൻ വെക്കുന്നില്ല. പിന്നെ അത്രേ ഉള്ളൂ. ഇന്നത്തെ ഊണ് പരിപാടി അതാണ്. പിന്നെ ഞാൻ ഇന്ന് അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കുറേ നാളായി. അപ്പം ഇന്ന് 2-3 ദിവസമായിട്ട് നല്ല തെളിച്ചമാണ്. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പം ഇന്നൊരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്തായിരുന്നു, നമുക്ക് നാളെ രാവിലത്തേക്ക് പൊയ്ക്കൊന്ന് പ്രതീക്ഷിക്കാം. ദോശ ഉണ്ടാക്കാം. ഇഡ്ഡലിക്ക് അറിയത്തില്ല. കാരണം ഇഡ്ഡലിക്ക് കുറച്ച് നന്നായിട്ട് പൊളിച്ചാലല്ലേ നന്നായിട്ട് പൊങ്ങ മാത്രമല്ല, ആ ഒരു ഇത് വന്നാലേ ഇഡ്ഡലി കുറച്ചുകൂടി ഒരു നല്ല ഫ്ലഫി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം ദോശയ്ക്ക് എന്തായാലും പറ്റും. അപ്പം നാളെ രാവിലത്തേക്ക് പുളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു 8-9 ആകുമ്പോഴത്തേനും ആകുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു ശകലം അരി ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി ഉഴുന്നും കൂടെ ഞാൻ ഒരുമിച്ചിട്ടാണ് വെച്ചത്. അരി ഉഴുന്ന് ഞാൻ ഒരുമിച്ചിട്ടാണ് വെച്ചത്. സാധാരണ ഏറ്റവും നല്ലത് അരി ഉഴുന്നും പ്രത്യേകം കുതിർക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ ഒരു ശകലമല്ലേ ഉള്ളൂ. ഇത് 1 കപ്പ് അരിക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന്. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് ഉഴുന്ന്. ഒരു 1/2 കപ്പിനെക്കാട്ടിലും സ്വല്പം താന്നിരുന്നാലും കുഴപ്പമില്ല ഉഴുന്ന്. ആ ഒരു കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ശകലം ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടാണ് ഞാൻ വെക്കുന്നത്. അപ്പം ഇത് ഞാൻ കുതിർക്കാൻ വെച്ചതാണ്. ഞാൻ കുറച്ച് നേരത്തെ രാവിലെ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേനും റെഡിയാവും. ഇത് സെപ്പറേറ്റ് കുതിർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാനിതിപ്പോൾ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്. കാരണം ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആക്കാറില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇനിയത്തെ പരിപാടി, നമുക്ക് അരി അടുപ്പത്തിടാം. എന്നിട്ട് കോവയ്ക്ക അരിഞ്ഞ് വെക്കണം. കോവയ്ക്ക അരിയണം. കോവയ്ക്ക് പെട്ടെന്നാവുമല്ലോ. അപ്പം സമയമൊന്നും വേണ്ട. അതിനു മുമ്പ് നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലയൊക്കെ റെഡിയാക്കണം. തിരുതയാണ് മീൻ. അത് കറി വെക്കണ്ടെന്ന് വിചാരിച്ചു. വറക്കാനാണ് ഞങ്ങൾക്ക് കൂടുതലും ആ മീൻ ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അരി അടുപ്പത്തിട്ടിട്ട് മീൻ വറക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് കോവയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് കോവയ്ക്ക അരിയണം. ആ പരിപാടികളൊക്കെ ചെയ്യാം. ഈ അരിക്കകത്തൊക്കെ ഇങ്ങനെ മുളക് ഇട്ട് വെക്കും. ഇത് മറ്റേ പുഴു കയറാതിരിക്കാൻ വേണ്ടി അരി പരിപ്പ്, അതാണ് ഈ മുളക് കിടക്കുന്നത്. അരി പരിപ്പ് കടല ചെറുപയർ ഈ വക കാര്യങ്ങളിനകത്തൊക്കെ ഞാനിങ്ങനെ മുളകിട്ട് വെക്കും.
അപ്പം നമ്മൾ ഇനിയും നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. വറക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ചെറിയുള്ളിയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളി ഇത്രയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കട്ടിയുള്ള മീനായതുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ മസാല ഇതെല്ലാം ചേർക്കുന്നത്. എന്നാലേ അതിനൊരു ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ചൊരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ അതിനകത്തേക്ക് ശകലം കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഇതിനകത്ത് തന്നെ ഞാൻ ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ. അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്തപ്പോൾ അങ്ങ് മിസ്സായിപ്പോയി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് പുരട്ടി വെച്ചാൽ മതി. ഇനി ഏറ്റവും അവസാനം വറുത്താൽ മതി. അപ്പം അത്ര നേരം ഇരുന്ന് പിടിക്കുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കോവയ്ക്ക അരിയാം. അപ്പോൾ കോവയ്ക്ക അരിയുന്നതിന് മുമ്പ് ഞാനതിൻ്റെ മൂർച്ച ഒന്ന് കൂട്ടുകയാണ്. അല്ലെങ്കിൽ സ്പീഡിൽ ഇത് അരിയാൻ നല്ല സ്പീഡിൽ നമുക്ക് അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിച്ചാത്തിക്ക് നല്ല മൂർച്ച വേണം. അതാ ഞാൻ വേഗം അതൊന്ന് മൂർച്ചപ്പെടുത്തി എടുത്തത്. ഇനി നമുക്ക് കോവയ്ക്ക അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ നീളത്തിലരിഞ്ഞ കോവയ്ക്ക എല്ലാം കൂടെ ആദ്യം സാധാരണ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഉപ്പും മഞ്ഞപ്പൊടിയും ശകലം മുളക് പൊടിയും ശകലം വെള്ളവും കൂടെ ഒഴിച്ച് ഇതങ്ങ് വേവിക്കാൻ വെക്കുക. പിന്നെ സാധാരണ നമ്മുടെ അവിയലിൻ്റെ അതേ അരപ്പ് തന്നെ. പിന്നെ പുളിക്ക് ഞാൻ തൈരാ ചേർക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ അരപ്പിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതെടുക്കണം. പിന്നെ അതിലേക്ക് ഞാനിവിടെ ഉള്ളി വേറൊന്നും കോവയ്ക്ക മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 3-4 ഉള്ളി ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ജീരകവും എല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചങ്ങെടുക്കുക. എന്നിട്ടിത് വെന്ത് കഴിയുമ്പോഴത്തേനും ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം അവിയലിൻ്റെ അരപ്പ് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വെന്തിട്ട് നമുക്ക് ചേർക്കാം. ഇതിപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് വേഗം തന്നെ ഒരു മോര് കാച്ചി അതങ്ങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തൈരെടുത്തെല്ലാം ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ തൈരിനകത്തേക്ക് തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക്, മുളക്, ജീരകം, ഉലുവ, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കടുക് വറുത്ത് എടുക്കുക. ഞാൻ ഇതിനകത്ത് എരിവൊന്നും ചേർക്കത്തില്ല. മോര് കാച്ചിയതിനകത്ത് ഞാൻ എരിവുകൾ ഒന്നും ചേർക്കാറില്ല. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് ഇങ്ങനെ ഒരു മോര് വെച്ചതായിരിക്കും. കോവയ്ക്കെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. കോവയ്ക്ക് അങ്ങ് വെന്തുടയാൻ പാടില്ല. നമ്മൾ അവിയലിന് എങ്ങനെയാണോ എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒത്തിരി അങ്ങ് ഉടയല്ലല്ലോ. അപ്പോൾ ഇതിപ്പം നമ്മളിപ്പം വീട്ടിലെടുക്കുമ്പോൾ ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് പക്ഷേ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് ആക്ച്വലി എനിക്കിഷ്ടം. സദ്യക്കൊക്കെ നമ്മൾ ആ ഒരു രീതിയിലെടുക്കും. വീട്ടിൽ വെക്കുമ്പോൾ ഇച്ചിരി കുഴഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അരപ്പൊന്ന് ആവി കയറ്റി അതിൻ്റെ പച്ചച്ചൊവ, ജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ പച്ചച്ചൊവ ഒന്ന് മാറിയതിന് ശേഷം ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ നമ്മുടെ മീനും കൂടെ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പുളിക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിതിങ്ങനെ ഡ്രൈ ആയിട്ടൊരു തോരൻ മോഡലിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും വേവിക്കണ്ട. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമെങ്കിൽ ആ ഒരു രീതിയിൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം റെഡിയാക്കി എടുക്കുക. എനിക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന അവിയലാണ് പൊതുവേ ഇഷ്ടം. പ്രത്യേകിച്ച് ഇങ്ങനെ കൂട്ടാൻ നമ്മൾ സാധാരണ ചോറിൻ്റെയും മീനിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഒഴിച്ചപ്പോൾ സെറ്റായി. അതിന് നമുക്ക് ചോറ് വിളമ്പാം. കോവയ്ക്ക അവിയൽ, മീൻ വറുത്തത്, പുളിശ്ശേരി, ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് അവിയൽ പൊതുവേ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടം. എനിക്ക് അവിയൽ ഇഷ്ടമുള്ള ഒരു കൂട്ടാനാണ്. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ തുണി മടക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ഇത് ഇന്നലെ രാവിലെ നനച്ചിട്ടതാണ്. ഇപ്പോഴാണ് ഏകദേശം കുറച്ചൊക്കെ ഉണങ്ങി കിട്ടിയത്. അപ്പം ഞാൻ അവിടെ നിന്ന് മടക്കിയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം ഇത് ഞാൻ ഒരിടത്ത് കൊണ്ട് കൂട്ടിയിട്ടിട്ട് മടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നിലെ മടി ഉണരും. കാരണം അതിങ്ങനെ കൂടി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് മടക്കാൻ ഒരു ഇത് തോന്നും. അതുകൊണ്ട് ഞാൻ മടക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ എപ്പോഴും അവിടെ നിന്ന് തന്നെ മടക്കി കൊണ്ടുപോകത്തുള്ളൂ. ശ്രീഹരിയാണ് മടക്കാൻ എടുക്കുന്നതെങ്കിൽ ശ്രീഹരി ഒരിടത്ത് ഇട്ടിട്ടാണ് മടക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും അവിടെ നിന്ന് തന്നെ മടക്കി അങ്ങ് എടുത്തുകൊണ്ട് പോകും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അവിടെ നിന്ന് മടക്കി എടുത്തുകൊണ്ട് പോകുന്നതാണ് എനിക്കിഷ്ടം. ഒരിടത്ത് കൂട്ടിയിട്ട് മടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല.
അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സെല്ലാം മടക്കി എടുത്ത് മടക്കി എടുത്ത് പോവാണ്. അതിൽ 3 എണ്ണം ഇനി ഉണങ്ങാനുണ്ട്. ഇവിടെ വെയിലുണ്ടെന്ന് പറഞ്ഞാലും തുണി ഉണങ്ങത്തില്ല. തുണി ഉണങ്ങാൻ ഈ കാലാവസ്ഥയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മഴയൊക്കെ മാറി നിൽക്കുകയാണ്, വലിയ മഴയും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും തുണി ഉണങ്ങാൻ ഒരു 2 ദിവസം എടുക്കും. അപ്പം ഇനി 3 എണ്ണം കൂടെ ഉണങ്ങാനുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നേരെ ചൊവ്വയൊന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോട്ടെ. നമ്മൾ ചോറൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനൊന്ന് കിടക്കൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ചു. അങ്ങനെ പിന്നെ ചായ ഇട്ടു. അത് ഞാൻ പിന്നെ കാണിച്ചില്ല, ചായയൊക്കെ ഇട്ടു. ഇപ്പോൾ ശ്രീഹരി ഞാൻ പറഞ്ഞില്ലല്ലോ, രാവിലെ പോയതുകൊണ്ട് രാവിലെ എന്തോ നേരത്തെ ചെല്ലണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോയില്ല. അപ്പം ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അരി ഉഴുന്ന് അങ്ങ് അരച്ച് വെച്ചേക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ കുളിക്കാൻ താമസിച്ചാലോ, അതുകൊണ്ട് ഞാൻ അരി ഉഴുന്ന് അരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അരി ഉഴുന്ന് അരയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനിയും അങ്ങനെ ഞാനിങ്ങനെ 4 മണിക്കൊന്നും ഞാനിങ്ങനെ 4 മണിക്കൊന്നും അങ്ങനെ സ്പെഷ്യലൊന്നും സ്നാക്സ് ഒന്നും അധികം ഉണ്ടാക്കാറില്ല. ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. വല്ലപ്പോഴും ഒക്കെ സത്യം പറഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇവിടെ അങ്ങനെ സ്നാക്സ് ഉണ്ടാക്കൽ പരിപാടികളില്ല. പിന്നെ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നേ ഉള്ളൂ. ഇപ്പം പക്ഷെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഉച്ചയ്ക്ക് വന്നതും കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് വന്നത്. അപ്പം വന്ന ഉടനെ ചോറുണ്ട്. അപ്പം അധികം ആയിട്ടില്ല, ചോറുണ്ടിട്ട്. അപ്പം പ്രത്യേകിച്ച് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല 4 മണിക്ക്. ഇനി നമുക്ക് അരി ഉഴുന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പുറത്ത് പോകണം. ഞാൻ ഒത്തിരി ദിവസമായി പച്ചക്കറിയൊക്കെ പുറത്ത് പോയി വാങ്ങിച്ചിട്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കുറച്ച് അസുഖമൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് പച്ചക്കറി കടയിലൊന്നും പോയി നിന്ന് വാങ്ങിക്കാനുള്ള ഒരു ക്ഷമയില്ല. പിന്നെ എന്താ നേരത്തെ ഇപ്പം അവിടുത്തെ പച്ചക്കറി കടയിൽ കയറുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ചുമക്കുകയും തുമ്മുകയും ചെയ്യുന്നു. പൊടിയുടെ അലർജി ആണോ എന്നറിയത്തില്ല, ഭയങ്കര ചുമയും തുമ്മലും അതിനകത്ത് കയറി കഴിയുമ്പോഴത്തേനും. പിന്നെ ഞങ്ങൾ വേറൊരു കട തപ്പി പിടിച്ചിട്ടുണ്ട്, അവിടെ പോയായിരുന്നു ചിന്തിക്കുകയാണ്. അവിടെ പോയി കുറച്ച് സബോള, ഒത്തിരി ഇല്ല, കുറച്ച് ബീൻസ് ഇരിപ്പുണ്ട്. പിന്നെന്താ മെയിനായിട്ടും തീർന്നത് നമ്മുടെ സബോളയാണ്. സബോള വാങ്ങിക്കണം. പിന്നെ ഒഴിച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങനെയുള്ള എന്തെങ്കിലും, നമ്മൾ അങ്ങനെ തോരനല്ലാത്ത ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. കോവയ്ക്ക കുറച്ചുകൂടി ഇരിപ്പുണ്ട്, കോവയ്ക്ക മീൻസ് ഇരിപ്പുണ്ട്. പിന്നെ എന്തെങ്കിലും കറി വെക്കാനുള്ള ഐറ്റംസും കൂടെ വാങ്ങിക്കണം. അത്രേ ഉള്ളൂ. അപ്പം അതവിടെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ അതൊന്നും വാങ്ങിക്കേണ്ട. രാത്രിയിൽ ഇന്ന് എന്താണെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ചിലപ്പം ഗോതമ്പ് ദോശയായിരിക്കും, ചപ്പാത്തി. ഇന്നലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. അപ്പം ഞാൻ ഇന്ന് മിക്കവാറും ചപ്പാത്തി ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. ദോശയും ചമ്മന്തിയും വേണോ, തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ദോശയും അല്ല എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഇന്ന് സ്പെഷ്യൽ ഒന്നുമില്ല. ഇന്നൊരു നോർമൽ ഒരു വീക്ക് ഡേ ആണ്. അപ്പം സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ചായ കുടിച്ചിട്ട് നമുക്ക് അരി ഉഴുന്ന് അരയ്ക്കാം. അരി ഉഴുന്നിൻ്റെയും അരയുടെ കാര്യം ഞാനൊന്ന് മാറ്റി വെച്ചു. കാരണം സാധാരണ നമ്മൾ അരി ഉഴുന്ന് അരയ്ക്കുമ്പോൾ കുറച്ച് ചോറ് അല്ലെങ്കിൽ അവൽ അരയ്ക്കണം. അപ്പം എൻ്റെ കയ്യിൽ ഇന്ന് ഞാൻ ചോറ് എനിക്ക് ഇല്ലായിരുന്നു. ഞാനത് ഓർക്കാതാണ്. ഞാൻ എപ്പോഴും ഞങ്ങൾക്ക് 2 പേർക്കും മാത്രമുള്ള ചോറ് അങ്ങനെ ഇടാറുള്ളൂ. അതിന് ഞാൻ നാളത്തേക്ക് വെക്കാറില്ല. അങ്ങനെ ചോറ് അധികം എപ്പോഴും വരാറില്ല. ഞാനിങ്ങനെ അരി ഉഴുന്നും അരയ്ക്കണമെന്ന് ഉള്ള ഒരു ദിവസം മാത്രം ഞാൻ കുറച്ചും കൂടി ഒരു പിടി കൂടുതലിടും. അങ്ങനെയാണ് സാധാരണ. ഇന്ന് ഞാൻ ഈ ക്യാമറ വീഡിയോ എടുപ്പിൻ്റെയൊക്കെ കൂടുതൽ അതങ്ങ് മറന്നുപോയി. എന്ന ശകലം നമുക്ക് വേണമെങ്കിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കായിരുന്നു. അതും ഞാൻ ഓർത്തില്ല. അങ്ങനെ ചോറില്ലാത്തത് കൊണ്ട്. അപ്പം അല്ലെങ്കിൽ അവൽ സ്റ്റോക്ക് കാണുന്നതാണ്. എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ അവലും ഇരിപ്പില്ല. പിന്നെ എന്തായാലും പുറത്ത് പോകുന്നുണ്ടല്ലോ, അപ്പം അവൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്നാലും അരച്ചാലൊരു മായം കിട്ടത്തുള്ളൂ. ഇഡലിക്കും അല്ലെങ്കിൽ ദോശയ്ക്കൊക്കെ അതാ കുറച്ചുകൂടെ ചോറ് അല്ലെങ്കിൽ അവൽ ശലം ചേർക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം
ഇതിന് കുഴപ്പമില്ല, ഇതിരിക്കുന്നത് ഇനി 1 മണിക്കൂറും കൂടെ ഒക്കെ, ഒരു 1.5 മണിക്കൂറും കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ചിലപ്പോൾ നമ്മൾ അരി ഉഴുന്ന് അരച്ചിട്ട് അപ്പം ആ ഒരു സമയം കുറേ നേരം ഒരു 6 മണിക്കൂർ കൂടുതൽ ഇങ്ങനെ കുതിർത്ത് വെക്കല്ലേ. മാക്സിമം ഒരു 6 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കാവുള്ളൂ. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആക്ച്വലി. സത്യം പറഞ്ഞാൽ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം 6 മണിക്കൂറിനപ്പുറം ആയിക്കഴിഞ്ഞാൽ ആ ഉഴുന്നീന്ന് ഒരു സ്മെല്ല് വരും. അപ്പം അങ്ങ് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അരയ്ക്കേണ്ട സമയത്ത് എടുത്ത് അരച്ചാൽ മതി. ഇതിപ്പോൾ ഇനി കുറച്ച് 2 മണിക്കൂറും കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം പുറത്ത് പോയിട്ട് വന്നിട്ട് അരയ്ക്കാമെന്ന്. പക്ഷേ നാളെ രാവിലത്തേക്ക് പുളിക്കാൻ ചിലപ്പം പുളിക്കത്തില്ല. നാളെ അപ്പോൾ രാവിലെ അരി ഉഴുന്ന് എടുക്കാൻ പറ്റത്തില്ല. നാളെ വൈകിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. ഇനി പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനൊന്നുമില്ല. ശ്രീഹരിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോകും, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയി എന്നാൽ റെഡി ആകാമെന്ന് വിചാരിച്ച് റെഡി ആയിട്ട് പുറത്തു പോകാമെന്ന്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി കുറച്ച് പച്ചക്കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സ്ഥിരം പോകുന്ന നമ്മുടെ പച്ചക്കറി കട ഞാനൊന്ന് മാറ്റി നോക്കുകയാണ്. കാരണം ഞാൻ പറയില്ല, അവിടെ ഭയങ്കര എനിക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ചുമയും തുമ്മലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അതിനകത്ത് കയറി കുറച്ച് നേരം നിന്ന് കഴിയുമ്പോഴാണ് എനിക്കത് തോന്നുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കോഫി ബോർഡിൻ്റെ അവിടെ ഈയിടെ ഐ കെയറിൽ കണ്ണ് കാണിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. വെജിറ്റബിൾസ് മാത്രമല്ല എല്ലാം ഉള്ള ഒരു ഷോപ്പ്. എന്നാലും വെജിറ്റബിൾസ് നല്ല ഫ്രഷായിട്ട് തോന്നിയായിരുന്നു എനിക്ക്. നമ്മുടെ റിലയൻസിലൊന്നും ഇരിക്കുന്ന പോലെ അല്ല തോന്നിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് പോയി നോക്കാമെന്ന്. അതും ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ കുറച്ച് തിരക്കുള്ള സ്ഥലമാണ് കോഫി ബോർഡ്. ഇച്ചിരി നല്ല ഒരു തിരക്കുള്ള ഏരിയയാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. അങ്ങനെ ആവശ്യമുള്ള കുറച്ചേ വാങ്ങിച്ചുള്ളൂ. പിന്നെ നോക്കിയിട്ട് വാങ്ങിക്കാം. പക്ഷെ തേങ്ങ മാത്രം ഇവിടെ ചെറിയ തേങ്ങയാണ്, അതെനിക്കിഷ്ടപ്പെട്ടില്ല, കുഞ്ഞു തേങ്ങ. അപ്പോൾ പിന്നെ അത് മറ്റിടത്ത് വലിയ തേങ്ങ കിട്ടും. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടെ ഇഷ്ടം പോലെ പൂവ്. ഇനിയിപ്പം നവരാത്രിയൊക്കെ വരാൻ പോവല്ലേ, നമ്മുടെ ഓണം കഴിഞ്ഞ് നവരാത്രി ഇവിടെ ഭയങ്കര ഇതല്ലേ, അതുകൊണ്ട് കുറേ പൂവൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞ് നേരെ അങ്ങ് നമ്മുടെ ഇത് ചെയ്യാൻ പോയി. എന്തായിരുന്നു, അരി ഉഴുന്ന് അരയ്ക്കാൻ പോയി. അപ്പം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ടായിരുന്നു അവൽ ഞാൻ വാങ്ങിച്ചായിരുന്നു. ആ കടയിൽ തന്നെ അവലും കിട്ടിയായിരുന്നു. അപ്പം ഒരു 1/4 കപ്പ് അവൽ ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അങ്ങ് അരച്ചാൽ മതി. അപ്പം നമ്മൾ ചോറ് അരയ്ക്കുന്ന പോലെ തന്നെ. അപ്പം ഞാൻ അരി ഉഴുന്നുമൊക്കെ അരച്ച് വെച്ചു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നേരെ പൊളിച്ചിട്ടില്ലായിരുന്നു, പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിറ്റേ ദിവസം എടുത്തപ്പം. പക്ഷേ അത് ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ലായിരുന്നു. അതിന് ഇനിയും കുറച്ച് നേരം കൂടെ വെക്കണമായിരുന്നു. അതാണ് ഞാൻ ഇപ്പോഴും ഒരു ഉച്ച കഴിഞ്ഞ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രാവിലെ എണീക്കുമ്പം നല്ലതായിട്ട് കിട്ടും. ഈ സമയത്തൊക്കെ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ്. അത് പിറ്റേ ദിവസം വൈകുന്നേരത്തേക്കേ ഒരു നല്ല രീതിയിലൊക്കെ ആയി കിട്ടത്തുള്ളൂ. അതാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ ഞാൻ എല്ലാം അരച്ച് കഴിഞ്ഞ് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇത് ചെയ്യണം, എന്നാലേ നല്ല ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ കൈയുടെ ആ ഒരു ചൂട് ഇതിന് വേണമെന്നാണ് പറയുന്നത്. കുറച്ച് നേരം നമ്മുടെ കൈ കൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി കുക്കിംഗ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഒന്നാമത് ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു. അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും കാണിക്കാനും വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ എല്ലാം കൂടെ വലിച്ച് നീട്ടുന്നത്. അപ്പം അതൊന്നും ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് ഞാൻ അരി ഉഴുന്ന് അരച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മിക്സിയും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോയി മേലൊക്കെ കഴുകി എല്ലാം വന്ന് ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട്. അപ്പം അരി ഉഴുന്നൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് വേഗം ഡിന്നറിൻ്റെ പരിപാടിയൊക്കെയാണ്. അപ്പം അത് സെയിം റിപ്പീറ്റഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് പ്രത്യേകിച്ചൊന്നും വലിയ റെസിപ്പിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനതൊന്നും എടുത്തില്ല. പിന്നെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പം ഒത്തിരി അങ്ങ് കുക്കിംഗ് ഇതിനകത്ത് തള്ളിക്കയറ്റണ്ടെന്ന് വിചാരിച്ചാണ് എല്ലാ നേരത്തെ ഒന്നും കാണിക്കാത്ത. ഉച്ചക്കത്തെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കാര്യം കാണിച്ചാൽ മതി എന്നുള്ള ഒരു ഇതിന്
അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. അങ്ങനെയൊന്നും ഞാൻ വീക്ക് ഡേയ്സിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല. അതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.